നമസ്കാരം. ഒരാഴ്ചയിലേറെ കേരളത്തിൻ്റെ മതേതര പ്രതിച്ഛായയ്ക്ക് കളങ്കം വരുത്തിയ ഹിജാബ് വിഷയം ഒടുവിൽ ഒത്തുതീർന്നിരിക്കുന്നു. ഒത്തുതീർപ്പ് വാസ്തവത്തിൽ കേരളത്തിനേറ്റ, മലയാള സംസ്കാരത്തിനേറ്റ മുറിവിന് പരിഹാരമുണ്ടാക്കിക്കൊണ്ടല്ല, ആ മുറിവ് വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള പിന്മാറ്റമാണ്. പ്രത്യുത ആ മുറിവിൻ്റെ നീറ്റൽ വർദ്ധിപ്പിച്ചുകൊണ്ടുള്ള പിന്മാറ്റമാണ്. ഇത് എത്രമാത്രം ഈ സമൂഹത്തെ ബാധിച്ചിരിക്കുന്നു എന്നതിൻ്റെ തെളിവാണ് ചെറിയ ഒരു പാരഗ്രാഫിൽ ഇംഗ്ലീഷിൽ എൻ്റെ പ്രിയ സുഹൃത്തും തികഞ്ഞ മതേതരവാദിയുമായ മനോരമയുടെ മുതിർന്ന ലേഖകൻ ജാവേദ് പർവേഷിൻ്റെ കുറിപ്പ്. ഒരു തരത്തിലും മതത്തിൻ്റെ പേരിൽ മനുഷ്യനെ കാണാത്ത, മനുഷ്യത്വത്തിൻ്റെ പേരിൽ മാത്രം പ്രശ്നങ്ങളെ കാണുന്ന തികഞ്ഞ മനുഷ്യസ്നേഹിയും തികഞ്ഞ മതേതരവാദിയും, ഒരു മതത്തോടും, അത് ഇസ്ലാം മതമടക്കം ഒരു മതത്തോടും പ്രത്യേക മമതയുമില്ലാത്ത വ്യക്തിയാണ്. മനുഷ്യപക്ഷത്ത് മാത്രം നിന്ന് ചിന്തിക്കുന്ന വ്യക്തിയാണ് ജാവേദ്. ശിരോവസ്ത്ര വിലക്ക് അവൾ ഇനി ആ സ്കൂളിലേക്കില്ല. 8ാം ക്ലാസ് വിദ്യാർത്ഥിനി പള്ളുരുത്തി സെൻറ് റീത്ത സ്കൂളിലെ പഠനം അവസാനിപ്പിക്കുന്നു. കുട്ടി മാനസികമായി ബുദ്ധിമുട്ടില്ലെന്നും TC വാങ്ങുകയാണെന്ന് പിതാവ് മീഡിയ വണിനോട് എന്ന് പറയുന്ന മീഡിയ വണിന് ഒരു പോസ്റ്റ് ഇട്ടിട്ട് ജാവേദ് ഇങ്ങനെ എഴുതുന്നു: ഇറ്റ് ഈസ് ട്രൂലി ഷെയിംഫുൾ ഫോർ നമ്പർ 1 കേരള. ഐ വിഷ് ദ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി long admired for its commitment to education, compassion and inclusiveness to stand up and challenge the regressive forces within who seem to have strayed from the foundational ideas of plurality and coexistence. ഇങ്ങനൊരു കുറിപ്പിട്ട ജാവേദിനെ ഒരു തരത്തിലും കുറ്റം പറയാൻ സാധ്യമല്ല. കാരണം ഒരു മുസ്ലിം പെൺകുട്ടിക്ക് ഹിജാബ് ധരിക്കുക എന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെയും കേരളീയ സംസ്കാരത്തിൻ്റെയും അടിസ്ഥാന പ്രമാണങ്ങളിൽപ്പെടുന്നതാണ്. അതിലാരും അസ്വസ്ഥപ്പെടേണ്ടതില്ല. അതിന് വിലക്കേർപ്പെടുത്താനുള്ള ഏതു നീക്കവും അപലപനീയമാണ്. അതുകൊണ്ട് തന്നെ ജാവേദിനെ പോലെ ഒരു മതേതരവാദിക്ക് അങ്ങനെ തോന്നിയതിനെ കുറ്റം പറയാൻ സാധ്യമല്ല. വാസ്തവത്തിൽ ജാവേദിൻ്റെ കുറിപ്പ് കണ്ടപ്പോൾ എനിക്ക് തോന്നിയത്, ഈ വിവാദത്തിന് തുടക്കം കുറിച്ചവർ എന്താണോ ഉദ്ദേശിച്ചത് അത് സാധിച്ചു എന്നതാണ്. തട്ടമിട്ടാൽ എന്താ കുഴപ്പം എന്ന വളരെ ലളിതമായ ഒരു ചോദ്യം ഏതു മനുഷ്യൻ്റെയും മനസ്സിലുണ്ടാവും. ആ ചോദ്യം തന്നെയാണ് ഇവിടെയും ഉണ്ടായത്. ഒരു കുഴപ്പവുമില്ല, തട്ടമിടുന്നതിന് ഒരു കാരണവശാലും ആ സ്കൂൾ മാനേജ്മെൻറ്റ് തടയരുതേ എന്ന നിലപാടാണ് എൻ്റേതും. നിർഭാഗ്യവശാൽ മാനേജ്മെൻറ്റിൻ്റെ തീരുമാനം തട്ടം ഇടേണ്ട എന്നതാണ്. എന്നാൽ അങ്ങനെ തീരുമാനിക്കാനുള്ള നിയമപരമായ അവകാശം അവർക്കുണ്ട് എന്നത് നമ്മൾ കണക്കിലെടുക്കണം. അതിൻ്റെ ധാർമ്മികത നമ്മൾ ചോദ്യം ചെയ്യണം. അത് അധാർമികമാണ്. തട്ടമിടുക എന്നത് ഒരു മുസ്ലിം പെൺകുട്ടിയുടെ അവകാശമാണ്. തട്ടമിട്ടത് കണ്ടാൽ ആർക്കും ഒരു ഭീതിയും തോന്നേണ്ടതില്ല. മുഖം മറയ്ക്കുന്നതും തട്ടമിടുന്നതും മുസ്ലിം പാരമ്പര്യത്തിൻ്റെ ഭാഗമായി ദീർഘകാലമായി ഉള്ളതാണ്. അതുകൊണ്ട് അത് കണ്ട് ആർക്കും ഒരു ഭീതിയും വിഷമവും തോന്നേണ്ടതില്ല. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ക്രൈസ്തവ മാനേജ്മെൻറ്റ് സ്കൂളുകളിലടക്കം പെൺകുട്ടികൾ യൂണിഫോമിനൊപ്പം തട്ടമിടാറുണ്ട്. എന്ന് വെച്ചാൽ അവർ യൂണിഫോം തന്നെയാണ് ധരിക്കുന്നത്, അതിൻ്റെ മുകളിൽ അവർ തട്ടം കൂടി ഇടുന്നു. പലർക്കും തെറ്റിദ്ധാരണ ഉണ്ടാകുന്നു, ഇത് തട്ടമാണ്, ഹിജാബാണ്, ബുർക്കയല്ല. ബുർക്കയാണെങ്കിൽ, അതായത് മുഖമടക്കം ശരീരം മുഴുവൻ മറയ്ക്കുന്ന ബുർക്കയാണെങ്കിൽ പറയുന്നതിൽ ന്യായമുണ്ട്, അത് അനുവദിക്കാൻ പാടില്ല. എന്നാൽ തട്ടമിടുന്നതിന് എതിർക്കേണ്ട ഒരു കാര്യവുമില്ല. എന്നാൽ നിയമം പറയുന്നത് എന്താണ്? സ്കൂൾ യൂണിഫോം തീരുമാനിക്കാനുള്ള അധികാരം സ്കൂൾ മാനേജ്മെൻറ്റിനാണ്. അത് പാലിക്കണം. രാജ്യത്തെ പല ഹൈക്കോടതികളും സുപ്രീം കോടതിയും ഇത് സംബന്ധിച്ച വിധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് മുഹമ്മദ് മുഷ്താഖ് 2018 തിരുവനന്തപുരം ക്രൈസ്റ്റ് നഗർ സ്കൂളുമായി ബന്ധപ്പെട്ട ഒരു കേസിൽ കൃത്യമായി വിധി പറഞ്ഞിട്ടുണ്ട്. സ്കൂൾ മാനേജ്മെൻറ്റാണ് തീരുമാനമെടുക്കേണ്ടത്. വിദ്യാർത്ഥിയുടെയോ മാതാപിതാക്കളുടെയോ താല്പര്യത്തെക്കാൾ വലുത് മാനേജ്മെൻറ്റിൻ്റെ തീരുമാനമാണ് എന്നാണ്. ഈ പള്ളുരുത്തി സ്കൂളിലെ വിഷയത്തിലും ഹൈക്കോടതി അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അതുകൊണ്ട് ധാർമ്മികതയെ ചോദ്യം ചെയ്യുമ്പോഴും നിയമപരമായി അത് ചെയ്യാനുള്ള അവകാശം മാനേജ്മെൻറ്റിനുണ്ട് എന്ന് മറക്കരുത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രണ്ടാമത് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഈ വിവാദം ഉണ്ടായതിൻ്റെ പശ്ചാത്തലമാണ്. ഇങ്ങനൊരു വിവാദം ഉണ്ടായവർക്ക് ചില അജണ്ടകളുണ്ടായിരുന്നു. ആ അജണ്ട വിജയിച്ചിരിക്കുന്നു. അവർ എന്താണോ ലക്ഷ്യം വെച്ചത് അത് സാധിച്ചിരിക്കുന്നു എന്നാണ് ഇത് അവസാനിക്കുമ്പോൾ മനസ്സിലാക്കേണ്ടത്. 3 മാസം മുമ്പാണ് കുട്ടി അവിടെ അഡ്മിഷൻ എടുക്കുന്നത്. ഈ 3 മാസവും തട്ടമിടാതെയാണ് വന്ന് കുട്ടിക്കോ അവിടെ പഠിക്കുന്ന 138 മുസ്ലിം വിദ്യാർത്ഥിനികൾക്കോ അങ്ങനെയൊരു പ്രശ്നമേ ഇല്ല. 3 മാസത്തിനിടയിൽ ഇങ്ങനൊരു വിവാദം ഉണ്ടാക്കിയതിൻ്റെ പിന്നിൽ കൃത്യമായ ഒരു പൊളിറ്റിക്കൽ അജണ്ടയുണ്ട്. കാലത്തും ഹിജാബിൻ്റെ പേരിൽ വിവാദമുണ്ടാക്കാൻ റാഡിക്കൽ ഇസ്ലാമിസ്റ്റുകൾക്ക് വലിയ താല്പര്യമാണ്. കാരണം മുസ്ലിം സമുദായത്തിൻ്റെ പിന്തുണ അതിന് ലഭിക്കും. പലപ്പോഴും റാഡിക്കൽ മുസ്ലിംസിനെ മാറ്റി നിർത്തുന്ന മോഡറേറ്റ് കമ്മ്യൂണിറ്റി, മുസ്ലിം ലീഗ് അടക്കമുള്ളവർ ഇക്കാര്യത്തിൽ വിവാദമുണ്ടാകുമ്പോൾ ഒരു പക്ഷത്തിലേക്ക് മാറേണ്ടി വരും. ഇതിവർക്ക് കൃത്യമായി അറിയാം. അതുകൊണ്ടാണ് കൃത്യമായ ഇടവേളയ്ക്കിടയിൽ ഇങ്ങനെയൊരു വിവാദം ഇവർ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നത്. അവിടെയാണ് ഇതിൻ്റെ പ്രശ്നം.
കാരണം ഇത് മുസ്ലിം പൊതുസമൂഹത്തിൻ്റെ ഒരു അവകാശത്തിൻ്റെ മേലുള്ള ഒരു കടന്നുകയറ്റമായി എളുപ്പത്തിൽ വ്യാഖ്യാനിക്കാം. അങ്ങനെ തന്നെയാണ്. അത് ചർച്ചയാകുമ്പോൾ സ്വാഭാവികമായും മുസ്ലിം കമ്മ്യൂണിറ്റിക്കുള്ളിൽ നടക്കുന്ന പരിഷ്കാരത്തെ ഇത് ബാധിക്കും. ഈ സമുദായത്തിന് മൗലികാവകാശത്തെ ചോദ്യം ചെയ്യുമ്പോൾ ഞങ്ങൾ അത് ഇട്ടുകൊണ്ട് തന്നെ പ്രതിരോധിക്കുമെന്ന നിലപാടിലേക്ക് മാറും. അതായത് സമുദായത്തിനുള്ളിൽ തട്ടമടക്കമുള്ളവ ഇല്ലെങ്കിൽ എന്താ കുഴപ്പം എന്ന് ചോദിക്കുന്നവരുടെ എണ്ണം കൂടുമ്പോൾ തട്ടം നമ്മുടെ അവകാശമാണ്, അതിവർ നിഷേധിക്കുന്നു എന്ന തോന്നലുണ്ടാക്കി പരിഷ്കാരവാദികളെ കൂടി തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ഇവർ ഇടയ്ക്കിടെ ഉണ്ടാക്കുന്ന വിവാദമാണ്. അതായിരുന്നു അവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യം വിജയിച്ചു. ആ ലക്ഷ്യം പൂർണ്ണമായും വിജയിച്ചു. അതുകൊണ്ടാണ് ജാവേദ് പർവേഷിന് പോലും തട്ടമിട്ടാൽ എന്താ കുഴപ്പം എന്ന വളരെ സ്വാഭാവികമായ ചോദ്യത്തിൽ ചെന്ന് അവസാനിക്കേണ്ടി വരുന്നത്. ആ ചോദ്യത്തിന് ഒരു കുഴപ്പവുമില്ല, തട്ടമിടാനുള്ള അവകാശം സംരക്ഷിക്കണം. അപ്പോൾ ഇവർ ഉദ്ദേശിച്ചത് എന്തോ അത് കൃത്യമായി സാധിച്ചു. അല്ലെങ്കിൽ 3 മാസം തട്ടമിടാതെ പെട്ടെന്ന് ഒരു തട്ടമിടുക, തട്ടമിട്ട് വിവാദമുണ്ടാക്കുക. സ്കൂൾ മാനേജ്മെൻറ്റ് തട്ടം പാടില്ലെന്ന് പറയുന്നു. ഉടൻ തന്നെ SDPIക്കാർ കൂടെ വരുന്നു, അവർ ബഹളം വയ്ക്കുന്നു, വീഡിയോ എടുക്കുന്നു, വിവാദമുണ്ടാക്കാൻ തുടങ്ങുന്നു. അതായത് ഈ റാഡിക്കൽ മുസ്ലിംസ് ഇടയ്ക്കിടെ തട്ടത്തിൻ്റെ പേരിൽ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ഇത് ഇടയ്ക്കിടയ്ക്ക് നടക്കാറുള്ളതാണ്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം അവർ വിവാദമുണ്ടാക്കും. ഇങ്ങനെ ഒരു വിവാദം ഉണ്ടായാൽ അതിൻ്റെ ഗുണമുണ്ടാവുന്നത് തങ്ങൾക്കാണെന്ന് തിരിച്ചറിഞ്ഞ് CPM അതിനെ എരികേറ്റി കൊടുത്തു. വലിയ പ്രതിസന്ധിയിലേക്ക് CPM പോകുമായിരുന്നു. ശബരിമല വിഷയം കത്തി നിൽക്കുന്നു. ശബരിമലയിൽ നിന്നും സ്വർണം മൊത്തം അടിച്ചുകൊണ്ടുപോയി. അടിച്ചുകൊണ്ടു പോകാൻ നേതൃത്വം കൊടുത്ത പോറ്റി പറയുന്നു, ഞാൻ എല്ലാവർക്കും വീതിച്ചു കൊടുത്തെന്ന്. അങ്ങനെ ഹൈന്ദവ വിശ്വാസത്തിന് വ്രണപ്പെട്ട് വല്ലാതെ നിൽക്കുന്നൊരവസ്ഥ. അതിനിടയിലാണ് മുഖ്യമന്ത്രിയുടെ മകന് EDയുടെ നോട്ടീസ് വരുന്നതും BJP CPM ഒത്തുതീർപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഉണ്ടാവുന്നു. ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട വിഷയം വന്നാൽ എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ട് മാറുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മന്ത്രി ശിവൻകുട്ടിയെ ഇറക്കി ഇത് വഷളാക്കി കൊടുത്തത്. അതുകൊണ്ട് CPMന് ഗുണമുണ്ടായി, റാഡിക്കൽ മുസ്ലിംസിനും ഗുണമുണ്ടായി. യഥാർത്ഥത്തിൽ അവരെന്താണോ ഉന്നം വെച്ചത് ആ ഉന്നം സാധിച്ചിട്ട് ഇപ്പോൾ കുട്ടിയുടെ പിതാവ് പറഞ്ഞു ഈ സ്കൂളിൽ പഠിക്കുന്നില്ല എന്ന്. അപ്പോൾ ഒരു സ്വാഭാവികമായ ചോദ്യം, പിന്നെ എന്തിനായിരുന്നു ഈ പ്രശ്നമുണ്ടാക്കിയത്? തട്ടമിട്ടുകൊണ്ട് പഠിക്കാൻ അനുമതിയുള്ള ക്രൈസ്തവ മാനേജ്മെൻറ്റ് സ്കൂളുകളുണ്ട്. ഭൂരിപക്ഷം സ്കൂളുകളും അങ്ങനെയാണ്. വളരെ കുറച്ച് സ്കൂളുകൾ മാത്രമേ ഈ കാര്യത്തിൽ നിർബന്ധം പിടിക്കുന്നുള്ളൂ. മലബാറിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലൊക്കെ തന്നെ ഒട്ടുമിക്ക നല്ല സ്കൂളുകളും ക്രൈസ്തവ മാനേജ്മെൻറ്റാണ്. അവിടുത്തേക്ക് കുട്ടികളിൽ ഭൂരിഭാഗവും മുസ്ലിം സമുദായത്തിൽപ്പെട്ടവരാണ്. അവർക്കൊന്നും ഒരു കുഴപ്പവുമില്ല. അങ്ങനെ ഒരുപാട് സ്കൂളുകൾ എറണാകുളത്തുമുണ്ട്. എന്നിട്ടും ഇങ്ങനെ അവിടെ പോയി ചേരുകയും 3 മാസത്തിന് ശേഷം വിവാദമുണ്ടാക്കുകയൊക്കെ ചെയ്തത് അതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന റാഡിക്കൽ മുസ്ലിംസിൻ്റെ അജണ്ടയാണ്. സോമരാജ പണിക്കർ എന്നൊരാൾ ഈ കാര്യങ്ങളൊന്നും ചുരുക്കി പറഞ്ഞിരിക്കുന്നത് വായിക്കുന്നത് നല്ലതായിരിക്കും. അർത്ഥമില്ലാത്ത ഒരു യൂണിഫോം വിവാദം, യാതൊരു പ്രശ്നവുമില്ലാതെ സമാധാനപരമായും അച്ചടക്കത്തോടെയും നടന്നിരുന്ന ഒരു സ്കൂളിൽ അത്രയും നാൾ ധരിക്കാൻ ഒരു പ്രശ്നവുമില്ലാതിരുന്ന സ്കൂൾ യൂണിഫോമിൽ ഷാൾ കൂടി ചേർത്ത് യൂണിഫോം പരിഷ്കരിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഒരു കുട്ടിയുടെ പിതാവ് സ്കൂളിൽ പ്രശ്നമുണ്ടാക്കുന്നു. അതൊരു വിഭാഗം ഏറ്റെടുത്ത് ന്യൂനപക്ഷ മതാവകാശമാക്കി മാറ്റി പ്രക്ഷോഭണം നടത്തി മറ്റൊരു മതന്യൂനപക്ഷം നടത്തുന്ന സ്കൂൾ അടപ്പിക്കുന്നു. സ്കൂൾ അധികൃതർ സ്കൂളിന് സംരക്ഷണം വേണമെന്ന് പറഞ്ഞ് ഹൈക്കോടതി സമീപിക്കുന്നു. ഹൈക്കോടതി പോലീസ് സംരക്ഷണം നൽകാൻ ഉത്തരവാകുന്നു. ഇതിനിടയിൽ പ്രശ്നം ചർച്ചകളിലൂടെ ഒത്തുതീർപ്പായതിനു ശേഷം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി ചില പ്രസ്താവനകൾ സ്കൂളിനെതിരെ നടത്തി പ്രശ്നം കൂടുതൽ വഷളാക്കുന്നു. കുട്ടിയും പിതാവും ഈ പ്രശ്നം കുത്തിപ്പൊക്കി ചില സംഘടനകളും നാട് മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്നു. ആവശ്യമില്ലാത്ത ഒരു സംഘർഷവും വിവാദവും വരുത്തിവെച്ചത് ഒടുവിൽ കുട്ടിയെ മറ്റൊരു സ്കൂളിലേക്ക്, കുട്ടിയുടെ 3ാമത്തെ സ്കൂൾ മാറ്റാൻ തീരുമാനിക്കുന്നു. ഇതാണ് സംഭവങ്ങളുടെ തുടക്കവും ഒടുക്കവും. യൂണിഫോം എന്നത് മതചിഹ്നങ്ങൾ അണിയാനാണെങ്കിൽ പിന്നെ യൂണിഫോം ഇല്ലാതെ ഇരിക്കുന്നതാണ് സ്കൂളിന് നല്ലത്. നാളെ ഇത് ഡോക്ടർമാരുടെ സർജറി മുറിയിലും പോലീസിലും മറ്റ് യൂണിഫോം വേണ്ട സർവീസുകൾക്കും വേണമെന്ന് പറഞ്ഞാൽ അത് എന്തെല്ലാം വിവാദങ്ങൾ സൃഷ്ടിക്കും. വിദ്യാലയങ്ങൾ യൂണിഫോം നിശ്ചയിക്കാൻ സ്കൂൾ അധികാരികൾക്ക് അവകാശമുണ്ട് എന്നതാണ് യൂണിഫോം വിവാദത്തിലെ ഏറ്റവും ഒടുവിലത്തെ ഹൈക്കോടതി വിധി. അതനുസരിക്കാൻ ഭരണഘടനയിൽ വിശ്വസിക്കുന്ന എല്ലാവർക്കും, മന്ത്രിക്കും മാതാപിതാക്കൾക്കും സ്കൂൾ അധികാരികൾക്കും എല്ലാം ഒരുപോലെ ബാധ്യതയുണ്ട്. വളരെ അനുധാവതയോടെ പരിഹരിക്കേണ്ട ഒരു ചെറിയ വിഷയം വിവാദങ്ങളും അർത്ഥമില്ലാത്ത പ്രതിഷേധങ്ങളും കൊണ്ട് ഒരു വലിയ മുറിവാക്കി എന്നതാണ് ദൗർഭാഗ്യകരം. ഇതാണ് ഇതിൻ്റെ ചുരുക്കം. പക്ഷേ അദ്ദേഹത്തിൻ്റെ നിലപാടിനോട് എനിക്ക് യോജിപ്പില്ല. എല്ലാ യൂണിഫോമിലും തട്ടമിടുന്നതുകൊണ്ട് അതിൽ തെറ്റൊന്നുമില്ല. ആ യൂണിഫോമിൻ്റെ മൊത്തം താല്പര്യത്തെ സംരക്ഷിക്കുന്ന തരത്തിൽ അങ്ങനെ ഇടുന്നതിൽ എന്താണ് തെറ്റ്? ഞാൻ തിരുവനന്തപുരത്ത് ഓബൈ ടാമര എന്ന് പറയുന്ന ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോകണ്ടേ. അവിടുത്തെ ഒരു വെയിറ്റർ പെൺകുട്ടിയെ കാണുമ്പോൾ അവൾ യൂണിഫോം ഇട്ടിരിക്കുന്നു, പക്ഷേ അവൾ കഴുത്തു മറച്ചിട്ടുണ്ട്. തട്ടമല്ല, കഴുത്തു മറച്ചിട്ടുണ്ട്. അവൾ മുസ്ലിം പെൺകുട്ടിയാണ്. നമുക്ക് കാണുമ്പോൾ എന്താ കുഴപ്പം? നമ്മൾ എവിടെ ചെന്ന് ഡോക്ടർമാരെ കാണാറുണ്ട്. എന്താ കുഴപ്പം? ഒരു കുഴപ്പവുമില്ല. പക്ഷേ ഇത് വിവാദമാക്കി വഷളാക്കിയത് എന്തിനാണ്? ഇങ്ങനെ ഈ സ്കൂളിൽ നിന്ന് മാറ്റാനാണെങ്കിൽ നേരത്തെ ചെയ്യാമായിരുന്നല്ലോ. ഇതൊരു കൃത്യമായ അജണ്ടയുടെ പുറത്ത് സംഭവിച്ചതാണ്. യഥാർത്ഥത്തിൽ ഇത്തരം വിവാദങ്ങളുടെ പിന്നിൽ ചില രാഷ്ട്രീയ അജണ്ടകൾ കൂടിയുണ്ടെന്ന് മറക്കരുത്. കേരളീയ സമൂഹത്തെ ഭിന്നിപ്പിക്കുക എന്ന രാഷ്ട്രീയ അജണ്ട,
ഈ രാഷ്ട്രീയ അജണ്ടയുമായി ആദ്യം രംഗത്തിറങ്ങിയത് SDPI ആണ്. ഞാൻ മുമ്പ് സൂചിപ്പിച്ചതുപോലെ 3 മാസം ഹിജാബ് ധരിക്കാതെത്തിയ പെൺകുട്ടിക്ക് പെട്ടെന്ന് ഹിജാബ് ധരിക്കണമെന്ന് തോന്നേണ്ട സാഹചര്യത്തിലേക്ക് തള്ളിവിട്ടത് SDPI ആണ്. അവരൊരു വിവാദം പിന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് അതിന് ഇറങ്ങിപ്പുറപ്പെട്ടത്. അങ്ങനെ അവർ തുടങ്ങിവെച്ച വിവാദത്തിലേക്ക് സ്വാഭാവികമായും മാനേജ്മെന്റ് വീണു. മാനേജ്മെന്റ് വീണപ്പോൾ അത് വാർത്തകളായി, പ്രതിഷേധമായി, സംഘപരിവാർ ഏറ്റെടുത്തു. ഷോൺ ജോർജ് അടക്കമുള്ളവർ അവിടെ ചെന്നു. ഇതോടുകൂടി അത് വലിയ വാർത്തയാകുന്നു. മാനേജ്മെന്റ് കടുത്ത നിലപാടിലേക്ക് മാറേണ്ട സാഹചര്യം ഉണ്ടാവുന്നു. കോടതിയിൽ കേസാവുന്നു, തർക്കമുണ്ടാവുന്നു, പ്രശ്നം വഷളാവുന്നു. ഇതിന്റെ അപകടം തിരിച്ചറിഞ്ഞ് പരിഹരിക്കാൻ എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസും ഹൈബിയുടെയും ശ്രമിക്കുന്നു. പ്രശ്നം പരിഹരിക്കുന്നു. എന്നാൽ എല്ലാ ഉത്തരവാദിത്വവും സംഘപരിവാറിന്റെ പുറത്തേക്ക് വെക്കുന്നു. അവിടെയാണ് ഹൈബിയുടൻ ഭയന്നു പോയത് മത തീവ്ര ശക്തികളെ. സംഘപരിവാറിന് പറയാൻ എളുപ്പമാണ്. എന്തുകൊണ്ട് SDPI പറഞ്ഞില്ല, SDPIയെയും സംഘപരിവാറിനെ പറഞ്ഞില്ല എന്നതാണ് ഹൈബിയുടൻ കാണിച്ച തെറ്റുകളിലൊന്ന്. അങ്ങനെ ആ പ്രശ്നം പരിഹരിക്കപ്പെടും എന്ന് കണ്ടപ്പോൾ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ വിവാദം തുടരേണ്ടത് ആവശ്യമായതുകൊണ്ട് മന്ത്രി ശിവൻകുട്ടി രംഗത്തിറങ്ങി വഷളാക്കുന്നു. ഒടുവിൽ വിവാദങ്ങൾ നീണ്ടു നിൽക്കുന്നു, മറ്റു വിഷയങ്ങൾ പുറകോട്ട് പോകുന്നു, പെൺകുട്ടി TC വാങ്ങിക്കൊണ്ട് പോകുന്നു. അപ്പോഴേക്കും സർക്കാർ ഉദ്ദേശിച്ചത് നടന്നു. പക്ഷേ മറക്കാത്ത മുറിവുകൾ ഇരു സമുദായങ്ങൾക്കിടയിൽ ഉണ്ടാക്കിയിരിക്കുന്നു. ഇപ്പോൾ പരസ്പര ബഹിഷ്കരണ ആഹ്വാനങ്ങളൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കുന്നത്. രാജഗിരി ആശുപത്രിയുടെ തട്ടമിട്ട പരസ്യമൊക്കെ എടുത്ത് ചിലർ ബഹിഷ്കരണത്തിന്, മതാടിസ്ഥാനത്തിൽ സ്ഥാപനങ്ങൾ ബഹിഷ്കരിക്കണം തുടങ്ങിയ വാദങ്ങളൊക്കെ ഈ നാടിനെ എവിടെ കൊണ്ടെത്തിക്കും എന്ന് അറിയാനുള്ളൂ. ഈ ദുരവസ്ഥയ്ക്ക് ഇതിൽ ഇടപെട്ട എല്ലാവരും ഉത്തരവാദികളാണ്. ഏറ്റവും കൂടുതൽ ഉത്തരവാദിത്വം SDPIക്കാണ്. രണ്ടാമത്തെ ഉത്തരവാദിത്വം ഇത് വഷളാക്കിയ CPMനാണ്. സ്കൂൾ മാനേജ്മെന്റിനും സംഘപരിവാറിനുമൊക്കെ ഈ പ്രശ്നം വഷളാക്കിയതിൽ ഉത്തരവാദിത്വമുണ്ട്.